ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ വന്നിരിക്കുന്ന മദേഴ്സ് വെജ് പ്ലാസ ട്രിവാൻഡ്രമാണ്. ഇത് 365 ദിവസവും ഓണസദ്യ കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പം നമ്മൾ ഈ ഓണത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ഒന്ന് വന്ന് അവിടുത്തെ സദ്യ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഓണസദ്യ ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഓണത്തിൻ്റെ ഐശ്വര്യത്തെയും സമൃദ്ധിയെയും ഓണസദ്യ സൂചിപ്പിക്കുന്നു. ഓണസദ്യയ്ക്ക് ഒരു പ്രത്യേക ചരിത്രം പറയുന്നില്ലെങ്കിലും അതിന് മലയാളികളുടെ കാർഷിക സംസ്കാരവുമായി ബന്ധമുണ്ട്. വിളവെടുപ്പിന് ശേഷം ലഭിക്കുന്ന അരിയും പച്ചക്കറിയും ഉപയോഗിച്ചാണ് ഓണസദ്യ ഉണ്ടാക്കുന്നത്. ഇത് കൃഷിയുടെ വിജയത്തെയും സമൃദ്ധിയും സൂചിപ്പിക്കുന്നു. ഒരു ടോക്കൺ സിസ്റ്റമാണ്. ആദ്യമേ നമ്മൾ 252 രൂപ കൗണ്ടറിൽ പേ ചെയ്തതിന് ശേഷം ഒരു ടോക്കൺ തരും. ടേബിളിൽ ചെന്നിരുന്നതിന് ശേഷം ആ ടോക്കൺ കൊടുക്കുമ്പോഴാണ് നമുക്ക് സദ്യ സെർവ് ചെയ്യുന്നത്. പരമ്പരാഗതമായ ഓണസദ്യയിൽ 20-ലധികം വിഭവങ്ങളുണ്ടാകും. ഇവയെല്ലാം വാഴയിലയിലാണ് വിളമ്പുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഓരോ വിഭവത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഉപ്പേരി, ശർക്കര വരട്ടി, വിവിധതരം അച്ചാറുകൾ എന്നിവയിൽ തുടങ്ങി അവിയൽ, തോരൻ, എരിശ്ശേരി, കാളൻ, ഓലൻ തുടങ്ങിയ പ്രധാന വിഭവങ്ങൾ, സാമ്പാർ, രസം എന്നിവയും ഉൾപ്പെടുന്നു. അവസാനം പായസം നിർബന്ധമാണ്. ഓണസദ്യയിൽ ഓരോ വിഭവവും അതിൻ്റെ സ്ഥാനത്ത് തന്നെ വിളമ്പണം എന്നാണ് സങ്കല്പം. നമ്മുടെ ഇലയിൽ ഏകദേശം കറികളെല്ലാം വിളമ്പി കഴിഞ്ഞു. ഞാൻ അതിൽ നിന്ന് ആദ്യമേ എനിക്ക് തോന്നുന്നു ബീട്രൂട്ടിൻ്റെ തോരനാണെന്ന് തോന്നുന്നു. അത് പപ്പടത്തിൻ്റെ കൂടെ ഒഴിച്ച് നോക്കി. ഓക്കെ ആയിരുന്നു. ഉപ്പും ഉപ്പേരിയും ഇലയുടെ ഇടത്ത് വശത്ത് വയ്ക്കുന്നു. മധുര പദാർത്ഥങ്ങളും പുളിയില്ലാത്ത കറികളും വലത്ത് വശത്ത് വയ്ക്കുന്നു. സദ്യ കഴിക്കുന്നതിനും ഒരു ക്രമമുണ്ട്. ഇത് ആഹാരത്തെ ഒരു കലയായി കാണുന്ന മലയാളികളുടെ പാരമ്പര്യത്തെയാണ് കാണിക്കുന്നത്. ഓണസദ്യ വെറും ഭക്ഷണം മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. ഇത് കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒന്നിപ്പിച്ച് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ്. അങ്ങനെ ചോറ് വിളമ്പിയിട്ട് ഞാനത് 2 സൈഡിലായി വെച്ചു. ഒരു സൈഡിൽ പരിപ്പും പിന്നെ നെയ്യും കൂടെ. ഞാൻ രണ്ടാമത് ഇച്ചിരി കൂടെ നെയ്യ് മേടിച്ചു. കാരണം എനിക്കത് തികയില്ലാന്ന് തോന്നിയോണ്ടാണ്. അത്ര നെയ്യ് മേടിച്ച് കുഴച്ച് രുചിച്ച് നോക്കി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമേ പരിപ്പ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് സാമ്പാറാണ് കൊണ്ടൊഴിച്ചത്. അത് രണ്ടാമത് വെച്ചിരുന്ന ആ ചോറിൻ്റെ കൂടെയാണ് ഞാൻ കഴിച്ചത്. സാമ്പാർ നല്ല രുചിയായിരുന്നു. ചൂട് ചോറിൻ്റെ കൂടെ അവിയലും ബീട്രൂട്ട് തോരനും അച്ചാറും കാളിനും ഓലിനും ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ കഴിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹിക ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മലയാളികൾ നിരവധി പരമ്പരാഗതമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓണത്തിന് 10 ദിവസം മുമ്പ് അത്തം നാൾ മുതൽ ആഘോഷങ്ങൾ ആരംഭിക്കും. പ്രധാന ഓണാഘോഷ പ്രവർത്തനങ്ങളാണ് പൂക്കളം, ഓണസദ്യ, ഓണക്കോടി, ഓണക്കളികൾ, പുലിക്കളി, ഘോഷയാത്ര. അതിൽ പൂക്കളം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പൂക്കളം ഇടുന്നത്. അത്തം മുതൽ 10 ദിവസം വരെ പൂക്കളം ഇടുന്നത് പതിവാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ പൂക്കൾ ഉപയോഗിച്ചാണ് പൂക്കളം ഒരുക്കുന്നത്. മഹാബലിയെ വരവേൽക്കാൻ വേണ്ടിയാണ് പൂക്കളം ഇടുന്നത് എന്നാണ് വിശ്വാസം. പിന്നെ ഓണസദ്യയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓണക്കോടി, ഓണത്തിന് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു പ്രധാന ആചാരമാണല്ലോ. ഇതിന് ഓണക്കോടി എന്ന് പറയുന്നു. ഇത് സമൃദ്ധിയുടെയും പുതുമയുടെയും പ്രതീകമാണ്. അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് പായസം കൊണ്ടുവന്നത്. ആദ്യത്തെ പായസം അട പ്രഥമൻ, അതിനുശേഷം മോര്, രസം, പച്ചമോര്, ഇതും കൂടിയാണ് നമുക്കവിടെ സെർവ് ചെയ്തത്. അപ്പം ചോറ് കുറച്ച് മാറ്റി വെച്ചത് രണ്ടാമത് വീണ്ടും മോരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ പായസം പരിപ്പ് പായസമായിരുന്നു. ശർക്കരയും പരിപ്പും കൂടെയും ചേർത്ത്. ഈ പായസം നല്ല അത്യാവശ്യം രുചിയുണ്ടായിരുന്നു. 27-ാം തീയതി അത്തം മുതൽ ഞാൻ ഓരോ ദിവസവും ഓരോ സദ്യ കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരും ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബോളിയും പായസവും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നാണ് രുചിച്ച് നോക്കുന്നത്.
ബോളി ഞാൻ നേരത്തെ ചെന്നൈയിലൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ബോളിയും പായസത്തിൻ്റെയും കോമ്പിനേഷൻ നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ സെർവ് ചെയ്തത് ബോളി കുറച്ച് ഡ്രൈ ആയിരുന്നു. കുറച്ച് നേരം മുമ്പേ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഡ്രൈ ആയിരുന്നേ. അത് കാരണം ഞാൻ ഉദ്ദേശിച്ച ആ ഫ്ലേവറും രുചിയും കിട്ടിയില്ല. മൂന്നാമതായി സെർവ് ചെയ്ത പായസം ഗോതമ്പ് പായസമായിരുന്നു. അത് ലൈറ്റായിട്ടുള്ള മധുരവും ഗോതമ്പിൻ്റെ ആ ഒരു രുചിയും കൂടിയായിരുന്നു. അതും ഓക്കെ പായസമായിരുന്നേ. ഞാനത് പപ്പടത്തിൻ്റെ കൂടെ കഴിക്കുന്നു. കാരണം അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ, ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പപ്പടത്തിൻ്റെ കൂടെ കഴിച്ചത്. അതിന് ശേഷം നമ്മൾ കുറേ നേരം ആഗ്രഹിച്ചിരുന്ന ബോളിയും സേമിയ പായസം കൂടെ കഴിക്കാൻ പറ്റി. ബോളി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സേമിയ പായസം ഒഴിക്കുകയാണ് പതിവ്. അപ്പോൾ അതിൽ നിന്നൊരു കുറച്ച് മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ സേമിയ പായസത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒരു ബൈറ്റ് എടുത്തു. നല്ലൊരു ടേസ്റ്റായിരുന്നു. പക്ഷേ ബോളി തണുത്തിരുന്നുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇതുപോലെ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പല സ്ഥലങ്ങളിൽ പോയി കഴിച്ച ഓണസദ്യയുടെ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടേക്ക് കെയർ.